നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിലെ കൗതുകകരമായിട്ടുള്ള ഇരട്ടകൾ എന്നത് ഷോൺ ജോർജും PC ജോർജുമാണ്. അച്ഛനും മകനും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വാർത്ത, അച്ഛനും മകനും തെരഞ്ഞെടുപ്പിൽ തോറ്റ വാർത്ത, അച്ഛൻ ജയിക്കുകയും മകൻ തോൽക്കുകയും ചെയ്താലും വാർത്ത, മകൻ ജയിച്ചു അച്ഛൻ തോറ്റാലും വാർത്ത. ഏതു വിധേനയും വാർത്ത നിർമ്മിക്കുന്നൊരു കേന്ദ്രമായിട്ട് PC ജോർജിൻ്റെ കുടുംബം മാറിയിരിക്കുന്നു. എന്താണ് പാലയിലെയും പൂഞ്ഞാറിലെയും സ്ഥിതി? ആരാണ് പാല പിടിക്കുക, ആരാണ് പൂഞ്ഞാർ പിടിക്കുക? നിലവിൽ വരുന്ന സർവേകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ രണ്ടിടങ്ങളിലും അച്ഛനും മകനും തോൽക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഒരു കൗതുക വാർത്ത അച്ഛനും മകനും തോറ്റു എന്ന് പറഞ്ഞാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ പാല തീർച്ചയായിട്ടും ഷോൺ ജോൺ പിടിക്കും എന്ന നിലക്കാണ് വാർത്തകൾ വന്നിരുന്നത്. അതിന് പല കാരണങ്ങളും പലയിടങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പാലയിലെ മാണിക്യമായിരുന്ന മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയാണ് അവിടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ തോറ്റുപോയി. അയാൾ തോറ്റുപോയി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പാലയിലെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനാണ്. വ്യക്തിപരമായിട്ടൊരു എഡ്ജ് കാണിക്കാൻ, കരുത്ത് കാണിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് അവിടെ ജയിക്കാം. കാരണം ഇടതുപക്ഷ വിരുദ്ധമായ വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ. കുറേ മാണി സി കപ്പനിലേക്കും കുറേ ഷോൺ ജോർജിലേക്ക്. ഷോൺ ജോർജ് നല്ല മുന്നേറ്റം നടത്തുന്നു. ഷോൺ ജോർജ് കൂടുതൽ വോട്ടുകൾ എവിടെ നിന്ന് പിടിക്കും എന്നതിനെ ആശ്രയിച്ചാണ് പാലയിൽ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ പാടിക്കേട്ടതുപോലെ മാണി സി കാപ്പൻ തന്നെ അവിടെ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത അത്ര ഉറപ്പുള്ളതല്ല. ശക്തമായ ത്രികോണ മത്സരമാണ്. ആ ത്രികോണ മത്സരത്തിൽ ഇടതുപക്ഷ വിരുദ്ധമായ വോട്ടുകൾ അത് ഏകീകരിക്കപ്പെടുന്നില്ല, അത് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ജോസ് കെ മാണി പാലയിൽ ജയിച്ചു വന്നാൽ എല്ലാ സർവേകളെയും അട്ടിമറിച്ചുകൊണ്ട് അയാൾ ജയിച്ചു അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. കാരണം ഇങ്ങനത്തെ ഒരു ആംഗിൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പൂഞ്ഞാറിൽ UDF ജയിക്കാനുള്ള സാധ്യതയാണ് സർവേകളിൽ തെളിഞ്ഞു കാണുന്നത്. പലരും പറയുന്നത് പൂഞ്ഞാറിൽ PC ജോർജ് സ്വന്തം കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടന്ന സ്ഥലമാണ് പൂഞ്ഞാർ. അവിടുത്തെ ഒരു നാടുവാഴി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഈ നാടുവാഴിത്ത സ്വഭാവത്തിലൂടെ തൻ്റെ പരിധിയിൽ, തൻ്റെ അധികാരത്തിൽ നിർത്തിയിരുന്ന പൂഞ്ഞാറാണ് അദ്ദേഹം മുന്നണി മാറിപ്പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയത്, പരാജയപ്പെട്ടു പോയത്. അദ്ദേഹം ജനപക്ഷ നേതാവ് എന്ന നിലക്ക് മത്സരിച്ച് പരാജയപ്പെടുകയാണ്. ഇനി ഇരു മുന്നണികളിലേക്കും എത്തിച്ചേരാനുള്ള വഴികൾ സമ്പൂർണ്ണമായി അടഞ്ഞപ്പോഴാണ് അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജ് വരുന്ന സമയത്ത് PC ജോർജ് അതിക്ക് മുന്നേ വളരെ ശക്തമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പദപ്രയോഗങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, അവരെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ പാക്കേജ് ഉണ്ടാക്കിയത്, ഇതൊക്കെ വീണ്ടും ചർച്ചയായി അതിതീവ്രമായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ കാണാം. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കും എന്ന പ്രതീക്ഷകളെപ്പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും UDF അവിടെ വിജയിച്ചു വരാനുള്ള സാധ്യത തെളിയുകയും ചെയ്തു എന്ന്. നിലവിലുള്ള കേരള കോൺഗ്രസിൻ്റെ MLA സെബാസ്റ്റ്യൻ കളൻസ് ചിലപ്പോൾ തോറ്റുപോയേക്കാം എന്നാണ് പുതിയ സാഹചര്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായിട്ടുള്ള റിസൾട്ട് അവതരിപ്പിക്കപ്പെടുന്ന എങ്ങനെയായിരിക്കും? അച്ഛനും മകനും തോറ്റു എന്ന് പറഞ്ഞിട്ടായിരിക്കും. പാലയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്ന് വരുന്ന ആ കൗതുകരമായിട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.